ജിതിനും വൈഫ് രജിതയും അവരുടെ എക്കാലത്തെയും സ്വപ്നമായ ഒരു വീട് മേടിച്ചു. വീടെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്. ഒരു പഴയ ഫ്ലാറ്റാണ് അവർ മേടിച്ചത്. ഒരുപാട് നാളായിട്ടുള്ള അവരുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ആ വീട്. വീടില്ലാത്തതിന്റെ പേരിൽ അവർ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാലും ചില പാഷാണത്തിൽ കൃമികളുണ്ടല്ലോ, പല പല ചോദ്യങ്ങളാണ് അവർക്ക്. ഇത് വെറുതെ കിട്ടിയ വീടാണോ? പഴയ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഈ വീട്ടിൽ ഒരു 5 വർഷമെങ്കിലും താമസിക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ഭാഗ്യം എന്നൊക്കെ. അങ്ങനെ പല പല അഭിപ്രായങ്ങളാണ്. പക്ഷെ ജിതിനും രജിതയ്ക്കും മാത്രം അറിയാം ഈ ഒരു പഴയ വീട് വാങ്ങാൻ പോലും അവർ എന്തുമാത്രം കഷ്ടപ്പാടാണ് അനുഭവിച്ചതെന്ന്. ജിതിനും രജിതയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിച്ചത്. രണ്ടുപേർക്കും ഒരേ കമ്പനിയിൽ തന്നെ ജോലിയും കിട്ടി. രണ്ടുപേർക്കും പരസ്പരം അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. രജിതയുടെ കുടുംബം കുറച്ച് സമ്പന്ന കുടുംബമായതിനാൽ കുടുംബത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രജിത വേറെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന ഒറ്റ വാശിയിൽ നിന്നു. അതുകൊണ്ട് തന്നെ കുടുംബക്കാർ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. രജിതയുടെ സഹോദരങ്ങൾ എല്ലാവരും നല്ല നിലയിലാണ് ജീവിക്കുന്നത്. രജിതയുടെ ഒരു സഹോദരി ഒരു ഡോക്ടറെയാണ് വിവാഹം കഴിച്ചത്. സഹോദരന് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ സഹോദരൻ ഒരു ബിസിനസ്സുകാരന്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ രജിതയെ വിവാഹം കഴിച്ച ജിതിന് ഒരു വീട് പോലും ഇല്ലായിരുന്നു. പക്ഷേ രജിത ഇതൊന്നും കാര്യമാക്കാതെ രജിതയുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോയി. രജിത അവളുടെ ജീവിതത്തിൽ സന്തോഷവതിയായിരുന്നു. ജിതിനും കുടുംബവും ഒരു വാടക വീട്ടിലായിരുന്നു താമസം. അമ്മ, അച്ഛൻ, സഹോദരൻ എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബം. സഹോദരൻ BA പഠിക്കുകയാണ്. ആ ഒരു കുഞ്ഞു വീട്ടിലാണ് എല്ലാവരും കൂടി ഒരുമിച്ച് താമസിച്ചിരുന്നത്. ആ വീട്ടിലേക്കാണ് രജിത കൂടി വന്നത്. കല്യാണത്തിന് ശേഷം രജിതയുടെ വീട്ടിൽ നിന്നും മറുവീട് കാണാൻ വേണ്ടി ജിതിന്റെ വീട്ടിലേക്ക് അവരെല്ലാവരും കൂടി വന്നു. അന്ന് തുടങ്ങിയ പുച്ഛവും പരിഹാസവുമാണ്. ജിതിന് അവരുടെ പുച്ഛവും പരിഹാസമൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ രജിത ഇതൊന്നും കാര്യമാക്കിയിരുന്നില്ല. വിവാഹത്തിന് ശേഷം രജിതയുടെ മാതാപിതാക്കൾ പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കുമുള്ള വീട് തങ്ങൾ വെച്ചു കൊടുക്കാമെന്ന്. പക്ഷേ ആ ഓഫർ രജിത തന്നെ നിഷേധിച്ചു. കാരണം രജിതയുടെ വീട്ടുകാർ വച്ചു തരുന്ന വീട്ടിൽ ജിതിനും വീട്ടുകാരും താമസിച്ചാൽ അതിന്റെ നാണക്കേട് ജിതിന് തന്നെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ജിതിന് ഒരു വിലയും കാണില്ല. അതുകൊണ്ട് തന്നെ രജിതയുടെ മാതാപിതാക്കളോട് പറഞ്ഞു അവർക്കുള്ള വീട് അവർ തന്നെ വച്ചുകൊള്ളാമെന്ന്. രജിതയുടെ അച്ഛൻ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ രജിത അതിന് സമ്മതിച്ചില്ല. വലിയൊരു വീട്ടിൽ AC റൂമിൽ കഴിഞ്ഞ തന്റെ മകൾ ഇന്ന് ഇതാ ഒരു കൊച്ചു കുടില് പോലുള്ള വീട്ടിൽ കഴിയാൻ പോകുന്നു. ഇത് കാണുമ്പോൾ ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു സങ്കടമേ രജിതയുടെ മാതാപിതാക്കൾക്കും ഉണ്ടായുള്ളൂ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജിതിനും രജിതയും അവർ സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് ഒരു കുഞ്ഞു ഫ്ലാറ്റ്, അതും ഒരു പഴയ ഫ്ലാറ്റ് മേടിച്ചു. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പുച്ഛവും പരിഹാസവും അപ്പോഴും ഉണ്ടായിരുന്നെങ്കിലും രജിതയുടെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായി. രജിതയുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടുന്ന എല്ലാ വീട്ടുപകരണങ്ങളും അവർക്ക് വാങ്ങിക്കൊടുത്തു. പക്ഷേ രജിതയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ രജിതയുടെ ഇഷ്ടക്കേടൊന്നും മാതാപിതാക്കൾ കാര്യമാക്കിയില്ല. രജിതയുടെയും ജിതിന്റെയും അനുവാദമില്ലാതെയാണ് അവർ ആ സാധനങ്ങൾ മേടിച്ചത്. അതുകൊണ്ട് തന്നെ രജിതയ്ക്ക് മറുത്തൊന്നും പറയാനും കഴിഞ്ഞില്ല. ഫ്ലാറ്റ് കുറച്ച് പഴയതാണെങ്കിൽ പോലും പെയിന്റൊക്കെ അടിച്ചു വന്നപ്പോൾ ഫ്ലാറ്റ് കാണാൻ വളരെ മനോഹരമായി തോന്നി. 11 നിലയുള്ള ഫ്ലാറ്റിൽ 10ാമത്തെ നിലയിലായിരുന്നു അവരുടെ ഫ്ലാറ്റ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് 5ാമത്തെ നില വരെ ആളുകൾ താമസമുള്ളൂ. അതിനു മുകളിലോട്ട് ആളുകളില്ല. പിന്നെ ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങിച്ച് രജിതയും ജിതിനുമാണ് 10ാമത്തെ ഫ്ലാറ്റിൽ ഉള്ളത്. തൊട്ടടുത്ത് ആളുകളൊന്നും ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ രജിതയ്ക്കും ജിതിനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ വീട്ടിൽ തന്നെ ജിതിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. വീട്ടിൽ താമസമായി 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജിതിന്റെ സഹോദരന് ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ സാമാന്യം ഭേദപ്പെട്ട ശമ്പളത്തിൽ ജോലി കിട്ടി. എല്ലാവരും പറഞ്ഞു വീട് വാങ്ങിയതിന്റെ ഐശ്വര്യമാണ് ജോലി കിട്ടാനും കാരണം. അങ്ങനെ ജിതിന്റെ സഹോദരൻ ബാംഗ്ലൂരിലേക്ക് പോയി. കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ജിതിന്റെ സഹോദരൻ തന്നെ അവരുടെ അമ്മയും അച്ഛനെയും കൂടി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷേ ഈ ഒരു തീരുമാനം ജിതിനെയും രജിതയെയും വല്ലാതെ വിഷമിപ്പിച്ചു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം ജിതിന്റെ സഹോദരൻ ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കാണ് താമസം. അതുകൊണ്ടാണ് ജിതിന്റെ അമ്മയും അച്ഛനെയും കൂടി സഹോദരൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അച്ഛനും അമ്മയും കൂടി പോയതിനു ശേഷമാണ് അവർ യഥാർത്ഥത്തിലുള്ള ഏകാന്തത അനുഭവിക്കുന്നത്.
പക്ഷേ രണ്ടുപേർക്കും ജോലിയുള്ളത് കൊണ്ട് തന്നെ ആ ഏകാന്തത അധികമായി അവരെ ബാധിച്ചില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രജിതയുടെ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ടായി. കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായി. അതിനാൽ തന്നെ കുറച്ച് ജോലിക്കാരെ കമ്പനി പെട്ടെന്ന് തന്നെ പറഞ്ഞുവിടേണ്ടി വന്നു. അതിൽ രജിതയും ഉണ്ടായിരുന്നു. കമ്പനി തീരുമാനം പെട്ടെന്നായതുകൊണ്ട് തന്നെ മറ്റൊരു ജോലി കണ്ടെത്താൻ കുറച്ച് വൈകും. അതിനാൽ പല ജോലികൾ വീട്ടിലിരുന്ന് അപേക്ഷിക്കുക എന്നത് മാത്രമേ ആകെയുള്ള മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് പല ജോലികൾക്കായി അപ്ലൈ ചെയ്യണം എന്നതാണ് ഏക മാർഗം. ദിവസവും ജിതിൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രജിത വീട്ടുജോലികളൊക്കെ തീർത്തിട്ട് ഓരോരോ കമ്പനിയിൽ ജോലിക്കായി അപേക്ഷിക്കും. ചിലത് വിളിക്കും, ചിലത് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം രജിത ഉച്ചയ്ക്ക് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന റൂമിൽ എന്തോ ഒച്ച കേൾക്കുന്നത് പോലെ തോന്നി. രജിത അവിടെ പോയി നോക്കി. പക്ഷേ അവിടെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ഒരു പൂച്ച ദിവസവും ബാൽക്കണി വഴി കയറി വരാറുണ്ട്. അവൾ കരുതി ആ പൂച്ചയായിരിക്കുമെന്ന്. അന്ന് വൈകുന്നേരം രജിത പതിവില്ലാതെ ഫ്ലാറ്റിന്റെ മുറ്റത്തേക്ക് നടക്കാനിറങ്ങി. ജിതിൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും കയറി വരാം, അതുവരെ ഒരു എക്സസൈസ് ആകുമല്ലോ എന്ന് കരുതിയാണ് രജിത നടക്കാനിറങ്ങിയത്. ഫ്ലാറ്റിന് ചുറ്റും വിശാലമായ നടപ്പാത ഒരുക്കിയിരുന്നു. അതുവഴി എല്ലാവർക്കും നടക്കാം. അവിടെ തന്നെ കുഞ്ഞു പൂന്തോട്ടമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടുകളുണ്ട്. രജിത ഇതെല്ലാം നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു അമ്മുമ്മ അതുവഴി വന്നു. അമ്മുമ്മ രജിതയെ കണ്ടതും ഓടി അടുത്തേക്ക് വന്ന് ചോദിച്ചു, മോളെ, നിങ്ങൾ പുതുതായി താമസിക്കാൻ വന്നവരല്ലേ എന്ന്. രജിത അതെ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ആ അമ്മുമ്മ കുറച്ച് ഗൗരവത്തോടെ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ ആ ഗൗരി കുഞ്ഞ് തൂങ്ങി മരിച്ച ഫ്ലാറ്റ് അല്ലേ വാങ്ങിയത് എന്ന്. പെട്ടെന്ന് രജിതയൊന്ന് ഞെട്ടി. അമ്മുമ്മ തുടർന്നു, അവിടെ ഇപ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമോ? ഇല്ല. ഇത് കേട്ടതിൻ്റെ ഒരു തരിപ്പിൽ നിന്നുകൊണ്ട് തന്നെ രജിത മറുപടി കൊടുത്തു. അമ്മുമ്മ തുടർന്നു, നേരത്തെ അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നവർ അവിടെ എന്തോ നിഴലാട്ടം കാണുകയോ കരച്ചിലൊക്കെ കേൾക്കുകയോ എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതു കാരണമാണ് അവർ ആ വീട് വിട്ടു പോയത്. ആ ഫ്ലാറ്റിന്റെ മുകളിലും താഴെയും ഒരുപാട് പേർ താമസിച്ചിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അവർ ആ ഫ്ലാറ്റുകൾ വിൽക്കാൻ നോക്കി. വിൽക്കാൻ പറ്റാത്തവർ ഫ്ലാറ്റ് ഉപേക്ഷിച്ച് മാറിപ്പോയി. അതാണ് 5ാമത്തെ നിലയ്ക്ക് മുകളിലോട്ട് ഒരു ഫ്ലാറ്റിലും ആളുകളില്ലാത്തത്. രജിതയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ദേഹം തളരുന്നത് പോലെ തോന്നി. അവൾക്ക് ഒന്നും തന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല. തങ്ങൾ ആഗ്രഹിച്ചു വാങ്ങിച്ച് തങ്ങളുടെ ആ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ആരും തന്നെ ഒരു സൂചന പോലും നൽകിയിരുന്നില്ല. അവൾ ഇതെല്ലാം ആലോചിച്ച് മരവിച്ച് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ജിതിൻ വിളിച്ചു. ജിതിൻ്റെ കൂടെ ലിഫ്റ്റിനടുത്തേക്ക് നടക്കുമ്പോൾ രജിതയുടെ മനസ്സിൽ മുഴുവൻ അമ്മൂമ്മ പറഞ്ഞ വാചകങ്ങളായിരുന്നു. ജിതിൻ എന്തൊക്കെയോ രജിതയോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ ഇതൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഫ്ലാറ്റിലെത്തി രജിത ഹാളിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് അകത്തെ മുറിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതു കണ്ട ജിതിൻ അവളെ വിളിച്ചു. 2-3 വട്ടം അവളെ വിളിച്ചു. വിളി കേൾക്കാഞ്ഞതുകൊണ്ട് ജിതിൻ അവളുടെ കയ്യിൽ ഒരു അടി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പോലെ രജിത ഞെട്ടി ഉണർന്നു. രജിത കുറച്ച് വെള്ളമെടുത്ത് പെട്ടെന്ന് കുടിച്ചു. എന്നിട്ട് ജിതിനോട് അവൾ കാര്യം പറഞ്ഞു. ജിതിനും ആകെ പരിഭ്രമത്തിലായി. ജിതിൻ പെട്ടെന്ന് ഫോൺ എടുത്ത് അവൻ്റെ അമ്മാവനെ വിളിച്ചു. കാരണം അമ്മാവനായിരുന്നു ആ ഫ്ലാറ്റ് അവർക്ക് മേടിച്ചു കൊടുത്തത്. ഫോൺ എടുത്ത് അമ്മാവനോട് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അമ്മാവൻ പറഞ്ഞു, ആ കാര്യം മനഃപൂർവ്വമാണ് അവരോട് പറയാത്തത്. എന്തിനാണ് നിങ്ങളെ വെറുതെ ഭയപ്പെടുത്തുന്നത്? കുറഞ്ഞ വിലയ്ക്ക് ആ ഫ്ലാറ്റ് കിട്ടാൻ കാരണവും ഇതുതന്നെയാണ്. അല്ലാതെ സിറ്റിക്കകത്ത് ഒരു 3 BHK ഫ്ലാറ്റ് ഈ വിലയ്ക്ക് ആരെങ്കിലും തരുമോ? അതുമല്ല, ഈ വന്ന കാലത്ത് ആരെങ്കിലും പ്രേതം ഭൂതമെന്ന് കരുതി പേടിക്കുമോ? നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി ഇങ്ങനൊരു വീട് കിട്ടിയത്. അമ്മാവന്റെ ഈ വാക്കുകൾ കേട്ട് അവർക്ക് തിരിച്ച് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. ജിതിൻ പറഞ്ഞു, അമ്മാവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ വന്ന കാലത്ത് ആരെങ്കിലും പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം ജിതിൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് രജിത തൻ്റെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് തൻ്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അകത്തെ മുറിയിൽ നിന്നും ഒരാൾ കരയുന്ന സൗണ്ട് കേൾക്കുന്നു. സമയം ഉച്ചയ്ക്ക് 12 മണി. ഇതേ സംഭവം ജിതിൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്തും അമ്മ പറഞ്ഞിരുന്നു, ഉച്ചയൊക്കെ ആകുമ്പോൾ ആരോ കരയുന്ന സൗണ്ട് കേൾക്കാമെന്ന്. ആ സമയങ്ങളിൽ അമ്മയും അച്ഛനും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ.
അമ്മ സ്ഥിരമായി പറയുമായിരുന്നു, ഉച്ചയൊക്കെ ആവുമ്പോൾ ആരോ മുറിയിൽ ഏങ്ങി ഏങ്ങി കരയുന്നത് പോലെ കേൾക്കാമെന്ന്. അന്ന് അമ്മ പറഞ്ഞതുപോലെ രജിതയും ഇന്നിതാ ആ സൗണ്ട് കേൾക്കുന്നു. ഇന്നലെ താഴെയുള്ള അമ്മുമ്മ പറഞ്ഞ സംഭവം കൂടി ആയപ്പോൾ രജിതയ്ക്ക് മനസ്സിലായി ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അവൾ പതുക്കെ സൗണ്ട് കേൾക്കുന്ന ദിശയിലേക്ക് നടന്നു. ജിതിൻ്റെ അച്ഛനും അമ്മയും ഉപയോഗിച്ചു കൊണ്ടിരുന്ന മുറിയിൽ നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത്. രജിതയ്ക്ക് വല്ലാതെ പേടി തോന്നി. അവൾ ആ മുറിക്കുള്ളിലേക്ക് നോക്കി. ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് കരച്ചിൽ നിൽക്കുകയും ചെയ്തു. രജിത ആ മുറിയെല്ലാം വിശദമായി നോക്കി. പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അവൾ ആ മുറി വിട്ട് തിരിച്ചിറങ്ങി. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി 2 അടി മുന്നോട്ട് വച്ചപ്പോൾ പിന്നെയും ആ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. അവളുടെ ദേഹം മുഴുവൻ രോമാഞ്ചം വന്നു. അവൾ പണ്ടെങ്ങോ കേട്ടിട്ടുണ്ട്, പ്രേത സാന്നിധ്യവും പിന്നെ ആ പ്രേതം നമ്മോടെന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേഹത്ത് ആ രോമാഞ്ചം വരുന്നത്. രജിതയ്ക്ക് ഉറപ്പായി ആ മുറിയിലെ പ്രേതം അവളോടെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. രജിതയുടെ ദേഹം ഐസ് പോലെ മരവിച്ചു. അവൾക്ക് ഒരടി അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഒരു നിമിഷം അവൾ ധൈര്യം സംഭരിച്ച് ആ വാതിൽ ഇറുക്കി അടച്ചു. വെളിയിൽ നിന്ന് കുറ്റിയിട്ടു. എന്നിട്ട് അവൾ വെളിയിലെ സോഫയിൽ പോയിരുന്നു. രജിത വല്ലാതെ ഭയന്നിരുന്നു. സോഫയിലിരിക്കുന്ന രജിത ആ ഭയത്തിൽ അവൾ ഒരു നിമിഷം ഓർത്തുപോയി, ആ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന്. പക്ഷേ അതിന് സാധിക്കില്ല എന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു. വൈകുന്നേരം ജിതിൻ വന്നപ്പോൾ അവൾ നടന്ന സംഭവമെല്ലാം പറഞ്ഞു. അവർ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നിരുന്നു. ബന്ധുക്കളോട് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരുപാട് പരിഹാസങ്ങൾക്കൊടുവിലാണ് അവർ ആ വീട് വാങ്ങിയത്. അങ്ങനെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ പതിവില്ലാതെ ആ മുറിയിൽ നിന്ന് ആ സമയത്ത് ഒരു കരച്ചിൽ കേട്ടു. രണ്ടുപേരും ഞെട്ടി. രണ്ടുപേരും പരസ്പരം നോക്കി. അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ രോമാഞ്ചം വരാൻ തുടങ്ങി. കൈകളിലെ മുടികളെല്ലാം എണീറ്റു നിന്നു. ഇത് കണ്ടതും രജിത ജിതിനോട് പറഞ്ഞു, പണ്ട് രജിതയുടെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, പ്രേതങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ രോമാഞ്ചം വരുമെന്ന്. അപ്പോൾ ജിതിൻ രജിതയോട് ധൈര്യത്തോടെ പറഞ്ഞു, നമുക്ക് എന്തായാലും അതിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇത് കേട്ടതും രജിതയും അതിന് സമ്മതിച്ചു. അവർ ആ കരച്ചിൽ കേൾക്കുന്ന മുറിയുടെ നേരെ നീങ്ങി. മുറിയുടെ വാതിൽ പതുക്കെ തുറന്നു. പെട്ടെന്ന് കരച്ചിൽ നിന്നു. അവർ രണ്ടുപേരും മുറിക്കുള്ളിലേക്ക് കയറി. ജിതിൻ രജിതയെ കണ്ണു കാണിച്ചു, എന്തെങ്കിലും ചോദിക്കാൻ. രജിത പതുക്കെ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, ആരാ? എന്ത് വേണം? കുറച്ചു നേരം ഭയങ്കര നിശബ്ദത. രജിത ഒന്നുകൂടി ചോദിച്ചു. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഒരു മുഴങ്ങുന്ന സ്ത്രീ ശബ്ദം കേട്ടു. അത് പറഞ്ഞു, ഞാൻ ഗൗരി. രണ്ടുപേരും അമ്പരന്ന് ആ മുറി മുഴുവൻ നോക്കി. ആരെയും കാണുന്നില്ല. എങ്ങും ഇരുട്ട് മാത്രം. മുത്തശ്ശി പറഞ്ഞതുപോലെ രണ്ടുപേരുടെയും ദേഹം മുഴുവനുമുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. കാരണം ആ പ്രേതം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. രജിത പിന്നെയും ധൈര്യം സംഭരിച്ച് വിറച്ച് വിറച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ പ്രേതം സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. 8 വർഷമായി ഇവിടെ വരുന്ന ഓരോരുത്തരോടും ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. നിങ്ങൾ മാത്രമാണ് എന്നെ കേട്ടത്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. രജിത പറഞ്ഞു, പറയൂ, എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? പ്രേതം തുടർന്നു, ഞാൻ ഇവിടുത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്, നേഴ്സായി. ഇത് പറഞ്ഞതും പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് അതിശക്തിയായി ഒരു കാറ്റടിച്ചു. രജിതയും ജിതിനും നിന്നിടത്ത് നിന്ന് കുറച്ച് പുറകിലോട്ട് പോയി. അത്രയും ശക്തിയുള്ള കാറ്റ്. എവിടെ നിന്നോ ഒരു പെൻഡ്രൈവ് ജിതിന്റെ ദേഹത്ത് വന്ന് അഴിച്ച് താഴെ വീണു. ജിതിൻ ആ പെൻഡ്രൈവ് താഴെ നിന്ന് കയ്യിലെടുത്തു. അപ്പോൾ പ്രേതത്തിന്റെ ശബ്ദം. ഈ പെൻഡ്രൈവിൽ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ അഴിമതികളുടെയും അവയവ കച്ചവടങ്ങളുടെയും രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങൾ, ഈ ഡീറ്റെയിൽസ്
നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങൾ അതിനെ പുറം ലോകത്തെ അറിയിക്കണം. ഇതിന്റെ കോപ്പി എടുത്ത് വലുത് ചെറുത് എന്നില്ലാതെ എല്ലാ മീഡിയകൾക്കും അയച്ചു കൊടുക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളാണ് ഈ വിവരം പുറത്തുവിട്ടതെന്നുള്ളത് വേറെ ആരും അറിയാൻ പാടില്ല. കാരണം അത് ആ ഹോസ്പിറ്റലുകാർ അറിഞ്ഞാൽ എന്നെപ്പോലെ അവർ നിങ്ങളെയും കൊല്ലും. രജിതയും ജിതിനും ഒരു നിമിഷം ഞെട്ടി. രജിത പ്രേതത്തോടായി ചോദിച്ചു, അപ്പോൾ ഗൗരി ആത്മഹത്യ ചെയ്തതല്ലേ? അപ്പോൾ ഗൗരി പറഞ്ഞു, അല്ല, ഹോസ്പിറ്റലിന്റെ ഗുണ്ടകൾ ഈ ഫ്ലാറ്റിൽ വെച്ച്, ഈ റൂമിൽ വെച്ച് എന്നെ കഴുത്തു ഞെരിച്ചു കൊന്നു. എന്നിട്ട് അവർ അതിനെ ഒരു ആത്മഹത്യയാക്കി മാറ്റി. എനിക്ക് എൻ്റെ മരണം ലോകത്തെ അറിയിക്കണം എന്നല്ല, ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചതി ലോകമറിയണം. എങ്കിലേ എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് ആ ശബ്ദം നിലച്ചു. രജിത പിന്നെയും ഗൗരി ഗൗരി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും പ്രതികരിക്കുന്നില്ല. ജിതിനും രജിതയും ഗൗരിയെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. ജിതിന്റെ ഒരു സുഹൃത്ത് ഒരു യൂട്യൂബ് വാർത്താ ചാനൽ നടത്തുന്നുണ്ടായിരുന്നു. കുറച്ച് ഫേമസ് ആയ ചാനലായിരുന്നു അത്. ജിതിൻ സുഹൃത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഒരു കാരണവശാലും രജിതയുടെയും ജിതിന്റെയും പേര് പുറത്തു വരരുതെന്നും അവർ അഭ്യർത്ഥിച്ചിരുന്നു. സുഹൃത്ത് അവർക്ക് വാക്കും കൊടുത്തു, അവരുടെ പേര് പുറത്തു വരില്ല എന്ന്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആദ്യം ജിതിന്റെ സുഹൃത്തിന്റെ ചാനലിൽ ഈ വാർത്ത വന്നു. പിന്നെ മറ്റു ചാനലുകളിലും വാർത്ത വരാൻ തുടങ്ങി. ഇതിനെതിരെ ഹോസ്പിറ്റലുകാർ എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാർത്ത നാടങ്ങം പരന്നു. പ്രതികൾ പിടിയിലായി. ആ പെൻഡ്രൈവിലെ ഒരു വീഡിയോ ഗൗരിയുടേതായിരുന്നു. ഗൗരി അതിൽ പറയുന്നുണ്ടായിരുന്നു, ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികളും ഈ ഹോസ്പിറ്റലുകാരാണെന്ന്. അങ്ങനെ ഗൗരിയുടെ കേസും പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം രജിതയും ജിതിനും പിന്നെ ആ കരച്ചിൽ കേട്ടിട്ടില്ല. തൻ്റെ ആത്മാവിന് മോക്ഷം നൽകിയ രജിതയെയും ജിതിനെയും പിന്നെ ശല്യം ചെയ്യണ്ട എന്ന് ഗൗരി കരുതി കാണും. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.